വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ ചില മരണങ്ങളും സംഭവിക്കാറുണ്ട്. അത് നിങ്ങൾ ന്യൂസ് പേപ്പർ പോലെയുള്ള മാധ്യമങ്ങളിൽ കൂടി നിങ്ങളത് ശ്രവിക്കാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്? ഈ അടുത്ത കാലത്താണ് ഝാർഖണ്ഡിൽ ശാരീരിക ക്ഷമത പരിശോധനയ്ക്കിടെ, അതായത് 10 കിലോമീറ്റർ ഓട്ടമുണ്ടായിരുന്നു. അങ്ങനെ ഓടിക്കൊണ്ടിരുന്നപ്പോൾ ചെറുപ്പക്കാരായ ഉദ്യോഗാർത്ഥികളിൽ 14 പേരാണ് കുഴഞ്ഞു വീണു മരിച്ചത്. അത് വലിയൊരു സംഖ്യയാണ്. ഒരു ദിവസം തന്നെ 14 പേര് മരിച്ചു. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതായത് വ്യായാമം ചെയ്യുന്നതിനിടയിൽ ചിലപ്പോൾ മരണം സംഭവിക്കുന്നു. അത് എന്തുകൊണ്ടാണ്? അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ വ്യായാമം 3 തരത്തിലുണ്ട്. മൈനർ എക്സർസൈസ് ഉണ്ട്, മോഡറേറ്റ് എക്സർസൈസ് ഉണ്ട്, സ്ട്രെനുവസ് എക്സർസൈസ് ഉണ്ട്. ആദ്യം പറഞ്ഞത് രണ്ടും മാത്രം മതി നമുക്ക് ആരോഗ്യ സംരക്ഷണത്തിന്. സ്ട്രെനുവസ് എക്സർസൈസ് വലിയ അത്ലറ്റ്സിനോ അല്ലെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കോ മാത്രം മതി. അപ്പോൾ ആദ്യത്തെ 2 എണ്ണമാണ് നമുക്ക് ആരോഗ്യ സംരക്ഷണത്തിന് അത്യാവശ്യമായിട്ടുള്ളത്. ഇപ്പോൾ ഈ മരണം സംഭവിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ സ്ട്രെനുവസ് എക്സർസൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓടുക ഒരു സ്ട്രെനുവസ് എക്സർസൈസാണ്. അപ്പോൾ ഓടുമ്പോൾ നമ്മുടെ ഹാർട്ട് വളരെ കൂടുതലായിട്ട് പ്രവർത്തിക്കണം. നമ്മൾ സാധാരണ ഒരു ബ്രിസ്ക് വാക്കിംഗ്, അല്ലെങ്കിൽ നമ്മൾ സൈക്കിൾ ചവിട്ടുന്നു, അല്ലെങ്കിൽ നീന്തുന്നു, ഇതൊക്കെ മോഡറേറ്റ് എക്സർസൈസാണ്. അപ്പോഴൊക്കെ നമ്മുടെ ഹാർട്ടിന് മിതമായ രീതിയിൽ, അതായത് സാധാരണ റെസ്റ്റ് എടുക്കുന്നതിനേക്കാൾ അല്പം കൂടുതൽ ഓക്സിജനും പോഷകങ്ങളും വേണം. അപ്പോൾ അല്പം കൂടുതൽ രക്തം ഓടിയെത്തണം. അത് സാധാരണഗതിയിൽ അങ്ങ് നടക്കും. അപ്പോൾ അതിനകത്ത് പ്രശ്നങ്ങളുണ്ടാകുന്നില്ല. പക്ഷേ നമ്മൾ സ്ട്രെനുവസ് എക്സർസൈസ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ഓക്സിജനും പോഷകങ്ങളും വളരെ കൂടുതലായിട്ട് വേണ്ടി വരുന്നു. അപ്പോൾ അത് കൂടുതൽ ഹാർട്ടിന് കൂടുതൽ പണി നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ മരണം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് 3-4 കാരണങ്ങൾ കാണാം. ഒന്നൊരു മാസീവ് ഹാർട്ട് അറ്റാക്ക് വരാം. നമ്മൾ അത്രയും സ്ട്രെനുവസ് ആയിട്ട് ചെയ്യുമ്പോൾ ഹാർട്ടിൻ്റെ ലോഡ് കൂടുന്നു, ഹാർട്ട് വളരെ കൂടുതൽ ശക്തിയായിട്ട് മിടിക്കേണ്ടി വന്നു. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള രക്തം കിട്ടാതെ വന്നാൽ ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ കാർഡിയാക്ക് അറസ്റ്റ്, ഹാർട്ട് ചിലപ്പോൾ പെട്ടെന്ന് നിന്നു പോകാം. അതുപോലെ തന്നെ കാർഡിയാക്ക് റിതം, അരത്മ്യാസ് എന്ന് പറയും, ആ റിതമിൽ ഹൃദയമിടിപ്പിൽ വരുന്ന വ്യത്യാസം ചിലപ്പോൾ അപകടങ്ങൾക്ക് കാരണമാകാം. ഇതുകൂടാതെ മറ്റൊന്നുകൂടിയുണ്ട്, അതായത് ഒക്കൾട്ട് കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയും. അതായത് ഒളിഞ്ഞു കിടക്കുന്ന കൊറോണറി ധമനി രോഗം. അത് സാധാരണ നമുക്ക് എല്ലാവർക്കും കാണാം. ഇപ്പം നമ്മുടെ കൊറോണറി ധമനികളിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ എന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. ആ ബ്ലോക്ക് വന്ന് ഹൃദയത്തിന് രക്തം കിട്ടാതെ വരുമ്പോഴാണ്, അതായത് ബ്ലോക്ക് കംപ്ലീറ്റ് ആയി ഹൃദയത്തിന് രക്തം കിട്ടാതെ വരുന്ന സന്ദർഭത്തിലാണ് നമുക്കൊരു ഹാർട്ട് അറ്റാക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കൊളസ്ട്രോൾ എന്ന പദാർത്ഥം നമ്മുടെ ധമനികളിൽ അടിഞ്ഞുകൂടിയാണ് ബ്ലോക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഈ ബ്ലോക്ക് മുഴുവനായിട്ട് അടയുന്ന രീതിയിലേക്ക് എത്തുന്നില്ല. നമ്മുടെ ആ ധമനികളുടെ ഒരു ഭാഗത്ത് കുറച്ച് കൊളസ്ട്രോളാണ് ആദ്യമായിട്ട് അടിയുന്നത്. അത് ക്രമേണ അതിൻ്റെ അളവ് കൂടി വന്ന് ചിലപ്പോൾ അതൊരു 50% ആവുന്നു, ചിലപ്പോൾ ഒരു 75% ആവുന്നു. അത് മുഴുവനായിട്ട് അടഞ്ഞു കഴിയുമ്പോഴാണ് നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ നടക്കുകയോ എടുക്കുകയോ അല്ലെ സാധാരണ മൈനർ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴോ, അതുപോലെ തന്നെ നമ്മൾ മോഡറേറ്റ് എക്സർസൈസ് ചെയ്യുമ്പോഴോ നമ്മുടെ ഹൃദയപേശികൾക്ക് കൂടുതൽ ഓക്സിജനും പോഷകങ്ങളും വേണം അതിന് കൂടുതലായിട്ട് വർക്ക് ചെയ്യാൻ. അപ്പോൾ അത് ഈ കൊറോണറി ധമനികളിൽ ബ്ലോക്ക് ഉണ്ടെങ്കിലും ഒരു 50% ബ്ലോക്ക് അല്ലെ 75% ബ്ലോക്ക് ഉണ്ടെങ്കിലും ഹൃദയപേശികൾക്ക് അതിൽ കൂടി കൂടുതലായിട്ട് രക്തം എത്തിക്കാൻ നമുക്ക് സാധിക്കും. പക്ഷേ നമ്മുടെ ഹൃദയത്തിന് അതിലും കൂടുതൽ രക്തം ആവശ്യമായിട്ട് വരുമ്പോൾ ഈ 75% ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയ പേശികൾക്ക് ആവശ്യമായ രക്തം ചിലപ്പോൾ കിട്ടാതെ വരും. അതിനെയാണ് ഒക്കൾട്ട് ഹാർട്ട് ഡിസീസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് നമുക്ക് കൊറോണറി ധമനിയിൽ ബ്ലോക്ക് ഉണ്ടോ അല്ലെ കൊളസ്ട്രോൾ അടിഞ്ഞു കൂടിയിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ കൊറോണറി ആൻജിയോഗ്രാം ചെയ്താലേ ശരിക്കും പറഞ്ഞാൽ നമുക്കത് കണ്ടെത്താൻ പറ്റുള്ളൂ. അത് നമ്മൾ ആരും ചെയ്യുന്നില്ല. അത് ചെയ്യുന്നതിന് ചിലപ്പോൾ ചില റിസ്ക്കുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതൊരു സാധാരണ പരിശോധനയല്ല. നമുക്ക് ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ കാർഡിയോളജിസ്റ്റ് ആൻജിയോഗ്രാം ചെയ്യുകയുള്ളൂ. അപ്പോൾ ആൻജിയോഗ്രാം ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ കൊറോണറി ധമനികളിൽ ബ്ലോക്ക് ഉണ്ടോ എന്ന് നമ്മൾ അറിയുന്നില്ല. അതിനെയാണ് നമ്മൾ ഒളിഞ്ഞു കിടക്കുന്ന കൊറോണറി ധമനി രോഗം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ 14 പേര് മരിച്ചവർക്ക് അവരിൽ പലർക്കും ചിലപ്പോൾ ഇതുപോലെയുള്ള ഒക്കൾട്ട് കൊറോണറി ധമനി രോഗങ്ങളുണ്ടായിരിക്കാം. ഏതാനും വർഷം മുമ്പ് യൂറോപ്പിൽ 15-16 വയസ്സുള്ള കുട്ടികൾ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു. അവരുടെ പോസ്റ്റ്മോർട്ടം ചെയ്തു കഴിഞ്ഞപ്പോൾ അവരുടെ കൊറോണറി ധമനികൾ ഡോക്ടർമാർ നോക്കിയപ്പോൾ ആ കൊറോണറി ധമനികളിൽ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടി ബ്ലോക്ക് ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് അവർക്ക് 15-16 വയസ്സ് മാത്രമേ ഉള്ളൂ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അവർക്കൊരു 25, 28 അല്ലെങ്കിൽ 30 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് ആ ചെറിയ ബ്ലോക്ക് വലുതായി കഴിഞ്ഞു കാണും.
അപ്പോൾ അത് അവർ എക്സർസൈസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യുന്നു, പെട്ടെന്ന് നമ്മുടെ ഹൃദയത്തിന് രക്തം കിട്ടാതെ വരുന്നു, ബ്ലോക്ക് വരുന്നു, അറ്റാക്ക് വരുന്നു, അവർ പെട്ടെന്ന് മരിക്കുന്നു. അപ്പോൾ നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നത്തെ കാലത്ത് നമുക്കൊന്നും പ്രത്യേകിച്ച് നമ്മുടെ ശാരീരിക അധ്വാനം വരുന്ന പ്രവൃത്തികൾ ഇന്ന് നമ്മുടെ ആൾക്കാർ ആരും ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ വ്യായാമം ചെയ്യുമ്പോൾ എപ്പോഴും മൈനർ ആക്ടിവിറ്റീസും അല്ലെ മോഡറേറ്റ് വ്യായാമം മാത്രം ചെയ്താൽ മതി. അല്ലാതെ സ്ട്രെനുവസ് എക്സസൈസ് ചെയ്യുമ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ എടുത്ത് അവരുടെ ഹൃദയം അതിന് പറ്റിയതാണ് അല്ലെങ്കിൽ അവരുടെ എക്സർസൈസ് ടോളറൻസ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രമേ വ്യായാമം ചെയ്യാവുള്ളൂ. അതായത് അവർക്ക് ഒക്കൾട്ട് കൊറോണറി ആർട്ടറി ഡിസീസ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിക്കഴിഞ്ഞതിന് മാത്രമേ അവർ വ്യായാമം ചെയ്യാവുള്ളൂ. അപ്പോൾ വ്യായാമം ചെയ്യുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആ കാര്യങ്ങളെപ്പറ്റിയൊക്കെയുള്ള ഒരറിവ് നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.